തഥൈവ സാത്വികി പാർത്ഥൈ പൂജിതശ്ചാഭിവന്ദിത നിഷസാദാസനേന്യേ ച പൂജിതാഃ പര്യുപാസത പൃഥാം സമാഗത്യ കൃതാഭിവാദനസ്തയാദിഹാർദ ആർദ്രദിശാഭിരംഭിത ആപൃഷ്ടവാം സ്തം കുശലം സഹസ്നുഷം വിദൃശ്വസാരം പരിപൃഷ്ടബാന്ധവഃ തമാഹ പ്രേമവൈക്ലവിരുദ്ധകണ്ഠാശ്ലോചന സ്മരന്തി താൻ ബഹൂൻ ക്ലേശൻ ക്ലേശപായാൽപദർശനം തദൈവ കുശലം നോ ഭൂത്സനാഥാസ്തേ കൃതാ വയം ജ്ഞാതീന്ന സ്മൃതാ കൃഷ്ണ ഭ്രാതാ മേ പ്രേഷിതസ്ത്വയാ നതേസ്തി സ്വപരഭ്രാന്തി വിശ്വസ്യ സുഹൃദാത്മന തഥാപി സ്മരതാം ശശ്വൽക്ലേശാൻ ഹംസി ഹൃദി സ്ഥിതഃ യുധിഷ്ഠിര ഉവാച കിം ന ആചരിതം ശ്രയോ ന വേദാഹമധീശ്വര യോഗേശ്വരാണം ദുർദരിശോ എന്നോ ദിഷ്ടക്കുമേധസ ഇതി വൈവാർഷികാന്മാസൻ രാജ്ഞസോഭ്യർത്ഥിത സുഖം ജനയൻ നയനാനന്ദമിന്ദ്രപ്രസ്ഥൗകസാം വിഭൂ ഏകദാ രഥമാരുഹ്യ വിജയവാനിരധ്വജം ഗാണ്ഡീവം ധനുരാധായ തൂണൗ ച അക്ഷയസായകൗ സാഗം കൃഷ്ണേന സന്നദ്ധോ വിഹർത്തും വിപിനം വനം ബഹുവ്യാളമൃഗാകീർണം പ്രാവിശൽ പരവീരഃ തത്രാവിധ്യച്ഛരൈർവ്യാഘ്രാൻ സൂകരാൻ മഹിഷാൻ രുരൂൻ ശരഭാൻ ഗവയാൻ ഖഡ്ഗാൻ ഹരിണാൻ ശശല്ലകാൻ താൻ നിന്യുക്കിങ്കരാരെ രാജ്ഞി മേധ്യാൻ പർവണ്യുപാഗതെ തൃപ്പരീത പരിശ്രാന്തോ ബീഭൽസുര്യമുനാമകാൽ തത്രോപസ്പൃശ്യ വിശദം പീത്വ വാരിമഹാരഥൗ കൃഷ്ണൗ ദദൃശതു കന്യാം ചരന്തീം ചാരുദർശനാം താമാസാദ്യവരാരോഹം സുദ്ധിജാം രുചിരാനനാം പപ്രച്ഛ പ്രേഷിതസഖ്യാ ഫാൽഗുനപ്രമദോത്തമാം കാ ത്വം കസ്യാസി സുശ്രോണി കുതോസി കിം ചികീർഷസി മന്യേ ത്വാംപതിമിച്ഛന്തീം സർവം കഥയ ശോഭനേ കാളിന്ദിവാച അഹം ദേവസ്യ സവിദുർദുഹിതാവതിമിച്ഛതി വിഷ്ണു വരേണ്യം വരതം തവ പരമമാസ്ഥിത നാന്യം പതിം വൃണേ വീരാതമൃതേ ശ്രീനികേതനം തുഷ്യതാമേ സ ഭഗവാൻ മുകുന്ദോനാഥ സംശ്രയ കാളിന്ദീതി സമാഖ്യാതവസാമി യമുനാജലേ നിർമ്മിതേ ഭവനേ പിത്രയാവത് അച്യുത ദർശനം തഥാവതൽ കുടാകേശവാസുദേവായ സോപിതാം രഥമാരോപ്യ തദ്വിദ്വൻ ധർമ്മരാജോപാഗമൽ യദൈവ കൃഷ്ണ സന്തിഷ്ട പാർത്ഥാനം പരമാത്ഭുതം കാരയാമാസ നഗരം വിചിത്രം വിശ്വകർമ്മണ ഭഗവാൻ തത്ര നിവസൻ സ്വാനാം പ്രിയ ചികീർഷയ അഗ്നയ ഖാണ്ഡവം ദാതും അർജുനസ്യാസസാരഥി സോഗ്നിസ്തുഷ്ടോ ധനുരഥാധ്യാൻ ഛേദാൻ രഥം നൃപ അർജുനായ അക്ഷയൗ തൂണ ഉർമജാഭേദ്യമസ്ത്രിഭി മയശ്ച മോചിതോ വന്യേ സഭാം സഖ്യൗപാഹരൽ യസ്മിൻ ദുര്യോധനസ്യാസി ജലസ്ഥലദൃശിഭ്രമഃ സ തേന സമനുജ്ഞാതഃ സുഹൃദ്ഭിശ്ചാനുമോദിത ആയയൗ ദ്വാരകാം ഭൂയഃ സാത്വികി പ്രമുഖൈർവൃതഃ അധോപേമേ കാളിന്ദീം സുപുണ്യർത്തൃക്ഷൂർജിതേ വിതന്നുൻ പരമാനന്ദം സ്വാനാം പരമമംഗളം വിന്ദാനുവിന്ദാവാവന്ത്യ ദുര്യോധനവശാനുഗൗ സ്വയംവരേ സ്വഭഗിനി കൃഷ്ണേ സക്കതാം നിഷേധതാം രാജാധിദേവ്യാസ്തനയാ മിത്രവിന്ദാം പിതൃശ്വസോ പ്രസഹ്യ ഹൃദവാൻ കൃഷ്ണരാജരാജ്ഞാം പ്രപശ്യതാം നാഗ്നജി നാമ കൗസല്യാസി രാജാതിധാർമ്മിക തസ്യ സത്യാഭവൽ കന്യാദേവി നാഗ്നജിതി നൃപ നതാം ശേകുർനൃപവോഢുമജിത്വാ സപ്തഗോവൃഷാൻ തീക്ഷ്ണശൃംഗാൻ സുദുർധരിഷൻ വീരഗന്ധാസഹാൻ ഖലാൻ താം ശ്രുത്വാ വൃഷജിലഭ്യം ഭഗവാൻ സാത്വതാം പതി ജഗാമ കൗസല്യപുരം സൈന്യേന മഹതാവൃത സ കൗസലപതി പ്രീത പ്രത്യുത്ഥാനാസനാദിഭി അരിഹണേനാഭി ഗുരുണാ പൂജയൻ പ്രതിനന്ദിത വരം വിലോക്യാഭിമതം സമാഗതം നരേന്ദ്രകന്യാചകമേ രമാപതി ഭൂയാദയമ്യ പതിരാശിഷോമലാഹ കരോതു സത്യ ഇതി മേ ധൃതോ വ്രതൈ യൽപാദപങ്കജരജ ശിരസാ ബിഭർത്തി ശ്രീരബ്ജജ സഗിരിശ സഹ ലോകപാലൈ ലീലാതനൂഹ സുഹൃതസേതുപരീപ്സയേശഃ കാലേ ദധൽ സ ഭഗവാൻ മമ കേന തുഷ്യൽ അർച്ചിതം പുനരിത്യഃ നാരായണ ജഗൽപദേ ആത്മാനന്ദേന പൂർണ്ണസ്യ കർവാണികിം അൽപക ശ്രീസുക ഉവാച തമാഹ ഭഗവാൻ ഹൃഷ്ടഃ കൃതാസന പരിഗ്രഹ മേഘഗംഭീരയാ വാചാ സസ്മിതം കുരുനന്ദന ശ്രീഭഗവാനുവാച നരേന്ദ്രയാജ്ഞാകവിഭിർവിഗരിഹിതരാജനിബന്ധോർനിജധർമ്മവർത്തിന തഥാപി ആചേതവ സൗഹൃദേച്ഛയാ കന്യാം ത്വദീയം നഹി ശുൽക്കതാ വയം രാജോവാച കോന്യസ്തേഭ്യധികോ നാഥ കന്യാവരി ഹേപ്സിത ഗുണൈകധാം യസ്യാംഗേ ശ്രീരവസത്യനപായിനി കിം ത്വസ്മാഭികൃതപൂർവം സമയസാത്വതരിഷഭ പുംസാം വീരപരീക്ഷാർത്ഥം കന്യാവരപരീപ്സയാ സപ്തൈതേകോ വൃഷാ വീരദുർദാന്തദുർവഗ്രഹാഃ ഏതൈർഭഗ്നാ ആസ്വ ബഹവോ ഭിന്നഗാത്ര നൃപാത്മജാഃ യദി മേ നിഗൃഹീതാ ആസ്യുസ്ത്വയൈവ യദുനന്ദന വരോ ഭവാനഭിമതോ ദുഹിതുർമേ ശ്രയപ്പദേ ഏവം സമയമാകർണ്യ ബദ്ധ്വാ പരികരം പ്രഭുഃ ആത്മാനം സപ്തഥാ കൃത്വാ ന്യഗൃഹാ ലീലയൈവ താൻ ബദ്ധ്വാ താൻ താമഭിസൗരിഃ ഭഗ്നദർപ്പണഹതൗജസ വ്യഗരിഷി ലീലയാ ബദ്ധാൻ ബാലോ ദാരുമയാൻ യഥാ. ഇതുവരെ ഈ രുക്മിണിയും കൃഷ്ണനും തമ്മിൽ പരസ്പരം കണ്ടിട്ടില്ല, യാതൊരു വിവരങ്ങളും കൈമാറിയിട്ടുമില്ല. അങ്ങനെയുള്ള ഇതുവരെ പരിചയമില്ലാത്തൊരു പുരുഷന്
അങ്ങയുടെ ഗുണഗണങ്ങളൊക്കെ ഞാൻ കേട്ട് അങ്ങയിൽ ആസക്തനാണ്, ഞാൻ അങ്ങയെ ഭർത്താവായി വരിച്ചു, എന്നെ സ്വീകരിക്കണം എന്ന് ഒരു സ്ത്രീ ഒരു എഴുത്തുമായിട്ട് പുരുഷനെ സമീപിക്കുമ്പോൾ ആ പുരുഷൻ വിചാരിക്കില്ലേ, അല്ലെങ്കിൽ കൃഷ്ണൻ വിചാരിക്കില്ലേ, ഇതെന്തൊരു കുട്ടിയത്, ആഭിജാത്യവും സംസ്കാരവും കുലമഹിമയൊക്കെ ഉള്ളതായ കുലസ്ത്രീകൾക്ക് ചേർന്നതാണോ അത്? അല്ലല്ലോ എന്ന് ഭഗവാന് തോന്നിയാലോ? ആണെങ്കിൽ അങ്ങനെ തോന്നിയാൽ അതിന് മറുപടിയായി എന്തുകൊണ്ട് ഭഗവാനിൽ ഞാൻ ആകൃഷ്ടയായി ഭഗവാൻ ഈ സന്ദേശവുമായി ഞാൻ സമീപിക്കണു എന്ന് എഴുതി. കാത്വാ മുകുന്ദ മഹതീ കുലശീലരൂപവിദ്യാവയോ ദ്രവിണദാമഭിരാത്മതുല്യം ധീരാപതിം കുലപതി ന വൃണീത കന്യാ കാലേ നൃസിംഹ നരലോകമനോഭിരാമം. ദേവി ചോദിക്കുകയാണ്, ഭഗവാനെ, വിവാഹപ്രായമായ ഏതൊരു കന്യകയാണ് ഏറ്റവും യോഗ്യനായ ഒരു ഭർത്താവിനെ കിട്ടണമെന്ന് മോഹിക്കാണ്ടിരിക്കുക? കേമനായ ഭർത്താവിനെ വേണമെന്നല്ലേ വിചാരിക്കുക? പഠിപ്പ് നല്ലോണം ഉണ്ടാവണം, നല്ല ശമ്പളം ഉണ്ടാവണം, പൈസ ഉണ്ടാവണം, നല്ല സൗന്ദര്യം ഉണ്ടാവണം, നല്ല ബുദ്ധിശക്തി ഉണ്ടാവണം, നല്ല പേരും പ്രമേയുണ്ടാവണം, നല്ല തറവാട്ടി പിറന്ന ആളാവണം, ഇങ്ങനെ എല്ലാത്തിലും നല്ല 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 കേമനാവണം എന്നല്ലേ വിചാരിക്കുക? ദേവി ചോദിക്കുക, പ്രായം കൊണ്ട് സമത്വം വേണം, പണം കൊണ്ട് സമത്വം വേണം, സൗന്ദര്യം കൊണ്ട് സമത്വം വേണം, വിദ്യാഭ്യാസം കൊണ്ട് വേണം, തറവാട് മഹിമ കൊണ്ട് വേണം, ഇതെല്ലാം കൊണ്ടും കൃഷ്ണന് തുല്യനായിട്ട് ഈ ലോകത്തിലൊരാളില്ല. പിന്നെ വേണ്ടേ കൃഷ്ണനേക്കാൾ മേലെ ഉണ്ടാവാൻ? ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന പുരുഷന്മാരിൽ എല്ലാ യോഗ്യതകളും നിറഞ്ഞ് കുലമഹിമ, സ്വഭാവഗുണങ്ങൾ, സൗന്ദര്യം, വിദ്യാഭ്യാസം, പ്രായം, സമ്പത്ത് എന്നീ ഇത്യാദികളെ കൊണ്ട് ഭഗവാൻ കൃഷ്ണന് സമനായി പോലും ഈ ലോകത്തിലൊരാളുമില്ല. പിന്നെ വേണ്ടേ ഭഗവാനേക്കാൾ മേലെ ഒരാളില്ല എന്ന് പറയേണ്ടതുണ്ടോ? അങ്ങനെയുള്ള അവിടുത്തെ ഗുണഗണങ്ങളും മഹിമകളും കേൾക്കാനിട വന്ന വിവാഹം കഴിക്കാൻ തയ്യാറുള്ള ഏതൊരു കന്യകയാണ് ഇങ്ങനെയുള്ള ഒരാളെല്ലാണ്ട് വേറൊരാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുമോ? ഇല്ല. അപ്പം എൻ്റെ കുഴപ്പം കൊണ്ടല്ല ഞാൻ അവിടുത്തെ ഗുണഗണങ്ങളാൽ ആകൃഷ്ടയായത്. ആരും അങ്ങനെയുള്ള അങ്ങയുടെ ഗുണങ്ങൾ കേട്ടാൽ ആകർഷിക്കാണ്ടും മോഹിക്കാണ്ടിരിക്കില്ല. ഓ, ഇപ്പം ദേവിക്ക് കുഴപ്പമില്ല. അപ്പോൾ ഭഗവാൻ വായിക്കുമ്പോൾ ഭഗവാൻ തോന്നും, ആ ശരിയാട്ടോ, ദേവി പറഞ്ഞു ശരിയാ, എൻ്റെ ഗുണഗണങ്ങൾ അങ്ങനെയാണ്, അത് പാടി നടക്കാൻ നാരദനെ പോലെ മഹർഷിമാരൊക്കെ ഉണ്ടേനും ശരി. പക്ഷേ അപ്പം ഭഗവാൻ തോന്നാലോ, ശരി അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ എനിക്കുണ്ട്, അതൊക്കെ കേട്ട ആരും ഈ ലോകത്തിലെ വിട്ടിട്ട് എന്നെ തന്നെ ആശ്രയിക്കുള്ളൂ, അതുകൊണ്ട് നീ എന്നെ മോഹിച്ചതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അങ്ങനെയാണെങ്കിലും അതിനൊരു സമ്പ്രദായമൊക്കെ ഇല്ലേ എന്ന്. കല്യാണ പെണ്ണ് തന്നെ ചെറുക്കന്, പരിചയമില്ലാത്ത ചെറുക്കന്, ഞാൻ അങ്ങയുടെ ഗുണഗണങ്ങളൊക്കെ കേട്ടു, അങ്ങയെ ഞാൻ എനിക്ക് അങ്ങേ ഇഷ്ടമാണ്, അതുകൊണ്ട് അങ്ങ് എന്നെ വന്ന് വിവാഹം കഴിച്ചു കൊണ്ടുപോകണം എന്ന് ഒരു കന്യക അങ്ങനെ ആ പുരുഷൻ്റെ എഴുത്തൊക്കെ ആയിട്ട് പോണൊരു സമ്പ്രദായം നല്ല കുടുംബത്തിൽ പിറന്നവർക്ക് ചേർന്നതല്ലല്ലോ. പിന്നെന്താ നീ ഇങ്ങനെ ചെയ്യണത് എന്ന് ഒരു പക്ഷേ ഭഗവാന് തോന്നിയാലോ? ഉടനെ രുക്മിണി തൻ്റെ ഭാഗം ക്ലിയറാക്കണമല്ലോ. ഉടനെ രുക്മിണി അടുത്ത വരിയിൽ എഴുതി, ഭഗവാനെ, എനിക്ക് അറിയാണ്ടല്ല അത്, പക്ഷേ അവിടുത്തെ ഗുണഗണങ്ങളും മഹിമകളും നല്ലോണം അറിഞ്ഞ് അവിടുത്തെ ആശ്രയിച്ചവളായ എന്നെ അവിടുത്തെ ഭക്തനായ എൻ്റെ അച്ഛൻ അമ്മയും അങ്ങേക്ക് വിവാഹം ധരിച്ചു തരാൻ തീരുമാനിച്ചതാണ്. പക്ഷേ അവിടത്തേക്ക് അറിയാലോ, അവിടുത്തെ ശത്രുവായി കാണുന്നവരാണ് എൻ്റെ സഹോദരങ്ങൾ. അതിൽ പ്രത്യേകിച്ചും വലിയേട്ടൻ രുക്മി അങ്ങേ എതിർത്തിരിക്കണു. ഏട്ടൻ ജീവനോടിരിക്കണ്ടെങ്കിൽ എന്നെ അങ്ങേക്ക് വിവാഹം കഴിച്ചു തരാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിരിക്കുക. എന്നിട്ട് അവസാനം എന്താ ചെയ്തിരിക്കുന്നത്? അവിടത്തെ എന്നും ദ്വേഷിച്ചുകൊണ്ട് അവിടുത്തെ ശത്രുവായി കാണുന്ന ആ ശിശുപാലനെ എന്നെ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക ഭഗവാനെ. ഈ അവസ്ഥയിലാണ് ധർമ്മസങ്കടത്തിൽ ഞാൻ അവിടുത്തെ ഈ സന്ദേശവുമായി സമീപിക്കണമെന്ന്. ഭഗവാനെ, അവിടുത്തെ മഹിമ എവിടെ? ഈ നിസ്സാരനായ ശിശുപാലൻ്റെ മഹത്വം എന്താ? ഒന്നുമില്ല. അവനെവിടെ? ഭഗവാൻ എവിടെ? ഇവനെവിടെ? ഗോമായിവൻ മൃഗപതേർ വലി അംബുജാക്ഷ. അവിടുന്ന് ആ കാട്ടിലെ സിംഹമാണെങ്കിൽ ആ സിംഹത്തിൻ്റെ ശബ്ദം കേട്ടാൽ പേടിച്ച് കൂട്ടിലൊളിക്കുന്ന കുറുക്കന് സമമാണ് ഈ ശിശുപാലൻ. ശിശുപാലനെ കുറുക്കനോടെ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. അവിടുന്ന് പുരുഷ കേസരി, മനസ്സിലായോ? അങ്ങനെയുള്ള ഭഗവാനെ അവിടുന്ന് എന്നെ സ്വീകരിക്കണം. മാത്രമല്ല, ഞാൻ അവിടുത്തെ അംശമാണ്, ഞാൻ അവിടുത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് അവിടത്തേക്ക് പൂർണ്ണമായി സമർപ്പിച്ച അവിടുത്തെ അവകാശമാണ് ഞാൻ. എന്നെ അവിടുന്ന് കൊണ്ടുപോകണം. സിംഹം തൻ്റെ അവകാശത്തെ എങ്ങനെ കൊണ്ടുപോകണം? സിംഹം തൻ്റെ അവകാശത്തെ കുറുക്കന്മാർ ചുറ്റിയിരിക്കുമ്പോൾ അവരുടെ ഇടയിൽ ചാടി വീണ് തൻ്റെ അവകാശത്തെ ആ സിംഹം എടുത്തുകൊണ്ട് പോണ പോലെ
ഈ ദുഷ്ടക്ഷത്രിയന്മാരാകുന്ന കുറുക്കന്മാരെ നടുക്ക് അവിടുന്ന് സൈന്യസമേതനായി വന്ന് അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് അവിടുത്തെ പരാക്രമം ലോകത്തിൽ പ്രകാശിപ്പിച്ച് എന്നെ അപഹരിച്ചു കൊണ്ടുപോകണം രാക്ഷസവിധി പ്രകാരം. അത് അന്നത്തെ രാജാക്കന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. രാജാക്കന്മാരെ തോൽപ്പിച്ച് കന്യയെ അപഹരിച്ചു കൊണ്ടുപോകാം. അങ്ങനെ വേണം. അപ്പോൾ ഭഗവാനും കുഴപ്പമില്ലല്ലോ, ദേവിക്കും കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ വെറുതെ മോഹിച്ചുകൊണ്ട് കിട്ടണ വസ്തുവാണോ ഭഗവാൻ? ഏതെങ്കിലും ഒരു പുരുഷനെ കല്യാണം കഴിക്കാൻ വെച്ചാൽ അതുപോലെയല്ലല്ലോ ഇപ്പോൾ കൃഷ്ണനെ വിവാഹം കഴിക്കുന്നത്. കൃഷ്ണൻ സർവേശ്വരനല്ലേ. ആ ഭഗവാനെ ഭർത്താവായി കിട്ടണമെങ്കിൽ എന്താ വേണ്ട യോഗ്യത? അത്ര പുണ്യം വേണേ. ഞാൻ ഈ ജന്മത്തിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, ദാനം ചെയ്തിട്ടുണ്ട്, മഹാത്മാക്കളെ സേവിച്ചിട്ടുണ്ട്, അമ്പലത്തിൽ പോയിട്ടുണ്ട്, നാമം ജപിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. കഴിഞ്ഞ ജന്മത്തിലും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം. അങ്ങനെയുള്ള പൂർത്തേഷ്ടദത്ത നിയമവ്രത ദേവവിപ്ര ഗുരുവർച്ചനാധിപരലം ഭഗവാൻ പരേശ. അങ്ങനെയുള്ള ആ പുണ്യകർമ്മങ്ങളെ കൊണ്ട് ഭഗവാൻ സന്തോഷിച്ചിട്ടുണ്ട് എന്ന് വരികിൽ ഭഗവാനെ ആ പുണ്യത്തിൻ്റെ പേരിൽ ഈ ശിശുപാലാദികൾ സ്പർശിക്കും മുമ്പേ അവിടുത്തെ അവകാശമായ എന്നെ സിംഹം കുറുക്കന്മാരുടേന്ന് സിംഹത്തിൻ്റെ അവകാശം കൊണ്ടുപോകും കണക്കെ എന്നെ വന്ന് സ്വീകരിച്ചു കൊണ്ടുപോകണമേ എന്നാണ് പ്രാർത്ഥന. അപ്പോൾ ഒരു പക്ഷേ ഭഗവാൻ വിചാരിക്കില്ലേ, ദേവി എങ്ങനെയാണ് നിന്നെ ഞാൻ കൊണ്ടുപോരുക? കല്യാണം നിശ്ചയിച്ച കന്യക അന്തഃപുരത്തിലായിരിക്കും, പുറത്തൊന്നും കാണാൻ പറ്റില്ലേ. വിവാഹത്തിൻ്റെ അന്നേ പുറത്തേക്ക് വരുള്ളൂ. എങ്ങനെ ഞാൻ അന്തഃപുരത്തിൽ പ്രവേശിക്കും? ബന്ധുജനങ്ങൾ എന്നെ യുദ്ധം ചെയ്യാൻ വരില്ലേ? അവരെയൊക്കെ കൊല്ലേണ്ടി വരില്ലേ? ഒരു രക്തച്ചൊരിച്ചിൽ വേണ്ടി വരില്ലേ? വലിയ കഷ്ടല്ലേ. മാത്രമല്ല ഈ സന്ദേശത്തിൽ ഭഗവാന് തീരുമാനിച്ച വിവാഹം രുക്മി മുടക്കിയിട്ട് ശിശുപാലനാക്കി എന്നുള്ളൂ. എന്നാന്നുമില്ല. എന്നാ കല്യാണം നിശ്ചയിച്ചേക്കണേ? ഭഗവാൻ ആലോചിച്ച് വരാനൊക്കെ സമയം വേണ്ടേ? ആ പറഞ്ഞു, ഭഗവാനെ നാളെ കഴിഞ്ഞ് മറ്റന്നാളെ എൻ്റെ വിവാഹം നിശ്ചയിച്ചേക്കണേ ശിശുപാലനോട്. അപ്പം അന്തഃപുരത്തിൽ കിടക്കാതെ എങ്ങനെ എന്നെ കൊണ്ടുപോരാൻ സൗകര്യം? അതും ഭഗവതി എഴുതി. അന്തഃപുരാന്തരജനീമനിഹത്യബന്ധൂൻ ത്വാമുദ്വഹേ കഥമിതി പ്രവദാമ്യുപായം പൂർവേദ്യുരസ്തി മഹതീ കുലദേവി യാത്രാ യസ്യാം ബഹിർനവവധൂഗിരിജാമുപേയാത്. ഭഗവാനെ നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് എൻ്റെ വിവാഹം. പക്ഷേ വിവാഹത്തിൻ്റെ തലേനാൾ ഞങ്ങളുടെ പരദേവതാ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ വിവാഹത്തിൻ്റെ തലേനാൾ ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോഴോ വരുമ്പോഴോ ഭഗവാൻ സൈന്യസമേതനായിട്ട് അവിടെ വരിക. എന്നിട്ടോ ഈ രാജാക്കന്മാരൊക്കെ നോക്കി നിൽക്കെ അവരെ തോൽപ്പിച്ച് എന്നെ അവിടുന്ന് അപഹരിച്ചു കൊണ്ടുപോവുക. ഇതാണ് അന്തഃപുരത്തിൽ കടക്കാതെ ബന്ധുജനങ്ങളെ കൊല്ലുന്ന രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കിക്കൊണ്ട് എന്നെ സ്വീകരിക്കാനുള്ള ഉപായം പറഞ്ഞു കൊടുത്തു ദേവി. പക്ഷേ ഇതിലല്ല, അവസാനത്തെ വരി ദേവി എഴുതിയതാണ് ഭഗവാന്റെ ഹൃദയത്തെ സ്പർശിച്ചത്. അതെന്താ? ഭഗവാനെ എനിക്കറിയാം ഭഗവാനെ ആഗ്രഹിച്ചുകൊണ്ട് കിട്ടില്ല, അർഹതയും കൂടി ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ എന്ന്. ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ ആദ്യത്തെ വഴി നമ്മൾ ഭഗവാനെക്കുറിച്ച് കേൾക്കണം. ശ്രവണമാണ് ആദ്യത്തെ വഴി. ആ ശ്രവണത്തിലൂടെ ആഗ്രഹം വരും ഭഗവത് പ്രാപ്തിക്ക്. പക്ഷേ അർഹത വേണ്ടേ? അർഹത പുണ്യമാണ്. എനിക്ക് അതിനുള്ള അർഹതയുണ്ടോ എന്ന് എനിക്കല്ല അറിയാം, ഭഗവാനല്ലേ അറിയാം. ഭഗവാനെ കിട്ടാൻ എത്ര പുണ്യം വേണമെന്ന് ഭഗവാനല്ലേ നിശ്ചയമുള്ളൂ, നമുക്ക് നിശ്ചയമില്ലല്ലോ. അതിനുള്ള പുണ്യം എനിക്കുണ്ടോ എന്ന് ഭഗവാൻ തീരുമാനിക്കണം. ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ശിശുപാലൻ്റെ കല്യാണം കഴിച്ച് പോവോ? ഇല്ല, എന്നെ ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞു. ഞാൻ എന്തു ചെയ്യും? ഭഗവാനെ ഞാൻ 100 ജന്മമെടുത്ത് തപസ് ചെയ്ത് ആ 100 ജന്മത്തിലെ തപസ്സിൻ്റെ പുണ്യം കൊണ്ട് ഭഗവാനെ അടയും. അത്ര പോലും ശിശുപാലാദികളെ സ്വീകരിക്കില്ല. ആരാണ് അവിടുന്ന്? ശിശുപാലൻ വെറും ഈ ദേഹത്തെ ഞാനെന്ന് അഭിമാനിക്കുന്ന വെറും ദേഹാഭിമാനി, വെറും ഇന്ദ്രിയ വിഷയങ്ങളെ ലാളിക്കുന്ന ഭോഗലാലസൻ. മനസ്സിലായോ? വെറും മൂഢനും അജ്ഞനുമാണ്. അങ്ങനെയുള്ള ഒരു ദേഹാഭിമാനിയും അജ്ഞനും മൂഢനായ ഒരാളായിട്ടാണോ ഞാൻ അങ്ങേ കണ്ടക്കണത്? അല്ല, അവിടുന്ന് ആരാ? ഈ ദേഹാഭിമാനികളുടെ മുഴുവൻ ഉള്ളിൽ അന്തര്യാമിയായിരിക്കുന്ന ആ പരമാത്മ ചൈതന്യമാണ്. പ്രപഞ്ചത്തിൻ്റെ പരമകാരനായ സർവേശ്വരനാണ്. ബ്രഹ്മാദി ദേവതകൾ പോലും അവരെ സൃഷ്ടിയാദികൾക്ക് വേണ്ടി ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ ആശ്രയിച്ച് അവിടുത്തെ കാരുണ്യം കൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നത്. ശ്രീ മഹാദേവൻ പോലും തൻ്റെ ശുദ്ധിക്ക് വേണ്ടി അവിടുത്തെ കാല് കഴുകിയ വെള്ളമാകുന്ന ഗംഗയാണ് സദാ ശിരസിൽ ധരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള മഹിമയുള്ള സർവേശ്വരനാണ് അവിടുന്ന് എന്ന് അറിഞ്ഞിട്ടാണ് ഭഗവാനെ ഈ ദേഹാഭിമാനിയായ ഈ ശിശുപാലനെ സ്വീകരിക്കാതെ ഭഗവാന്റെ മഹത്വം അറിഞ്ഞ് ഞാൻ അവിടുത്തെ ആശ്രയിച്ചത്. എന്നിട്ടും അവിടുന്ന് വരണില്ലെങ്കിലോ? ഞാൻ വിവാഹത്തിന് മുമ്പ് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് എൻ്റെ ശരീരം അങ്ങോട്ട് വെടിയുന്നു. എന്നെന്താ ഗുണം? മരണസമയത്തെ തീവ്രമായ ചിന്തയ്ക്കനുസരിച്ചിട്ടാണല്ലോ ഇനി ജന്മം ഉണ്ടാവുക.
അപ്പോൾ ഭഗവാനെ നിരന്തരമായി തീവ്രമായ ഭക്തിയോടുകൂടി ഈ കാലം മുഴുവൻ അങ്ങനെ കഴിഞ്ഞത്. ആ മരണസമയത്തും അങ്ങനെ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് മരിച്ചാലോ ഇനിയും ഭഗവാനെ ഭരിക്കാൻ പറ്റിയൊരു ജന്മം കിട്ടും. അങ്ങനെ ഞാൻ 100 ജന്മം എടുക്കും. ആ 100 ജന്മം തപസ് ചെയ്യും. ആ 100 ജന്മത്തിലെ തപസ്സിൻ്റെ പുണ്യം കൊണ്ട് ഞാൻ ഭഗവാന്റെ അടുത്തെത്തും. ഈ ജന്മത്തിൽ പുണ്യം ഇല്ലാത്തതുകൊണ്ടാണല്ലോ അവിടുന്ന് വരാത്തത്. അവിടുന്ന് വന്നില്ലെങ്കിൽ ഇതാണ് എൻ്റെ തീരുമാനം. ബ്രാഹ്മണൻ പറഞ്ഞു, ഇതാണ് രഹസ്യ സന്ദേശം. ഇനി ഒരു മറുപടിയും കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി എഴുതി തന്നാൽ ഞാൻ പോവാമെന്ന് പറഞ്ഞു. ഭഗവാൻ പറയുക, അങ്ങയ്ക്കറിയോ തദാഹമപി തച്ചിത്ത, അങ്ങയ്ക്കറിയോ ആ രുക്മിണി എപ്രകാരമാണോ എന്നെ പ്രാപിക്കാൻ വെമ്പുന്നത്, ഇതുപോലെയാണ് രുക്മിണി എന്നോട് ചേർക്കാൻ ഞാനും വെമ്പുന്നത്. മച്ചിത്ത സർവദംഭവ മച്ചിത്ത സർവദുർഗാണി ക്ഷിപ്രം അതിധരിഷ്യതി. ഭഗവാൻ പറയുക, എന്നിൽ മനസ്സുറപ്പിക്കൂ, എന്നിൽ മനസ്സുറപ്പിച്ചവനെ എല്ലാ ദുർഘടങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ഞാൻ രക്ഷിക്കുന്നൊക്കെയാണ് ഭഗവാന്റെ പ്രതിജ്ഞ. അത് ഭഗവാൻ സത്യാക്കില്ലേ? അച്ചിത്ത സർവദുർഗാണി മൽപ്രസാദാൽ തരിഷ്യതി. ഇവിടെ ദുർഘടാരാ? എതിർ നിൽക്കണ ആങ്ങളമാരാ, ശിശുപാലാദികളാ അല്ലേ? ഭഗവത് പ്രാപ്തിക്ക് നമുക്കാരാ തടസ്സം? നമ്മുടെ പറഞ്ഞാൽ കേൾക്കാത്ത 5 ഇന്ദ്രിയങ്ങൾ. ശരിയോ? അതിന് വിഷയങ്ങളൊക്കെ ആഗ്രഹം. ഭഗവാൻ പറഞ്ഞു, എനിക്കറിയാം രുക്മിണി എൻ്റെ ഭക്തയാണ്, എനിക്ക് വിവാഹം നിശ്ചയിച്ചതാണ്, എന്നോടുള്ള വിദ്വേഷം കൊണ്ടാണ് രുക്മി കൽപ്പിച്ചു കൂട്ടിയത് മുടക്കിയതെന്ന്. ഈ രുക്മിണിയുടെ അവസ്ഥ ആലോചിച്ചിട്ട് എത്ര ദിവസമായി ഞാൻ ഉറങ്ങിയിട്ടറിയോ? നിദ്രാംജന ലഭേ നിശി. അപ്പോൾ ഭക്തൻ എത്രത്തോളം ഭഗവാനെ ഓർമ്മിക്കണ്ടോ അതിനേക്കാളധികം ഭഗവാൻ നമ്മളെ ഓർമ്മിക്കേണ്ടത്. നമുക്കതോ വിഷയമില്ല. ഭഗവാൻ ഈ വിയോഗം ഇഷ്ടമല്ല, നമ്മളെ ഭഗവാനോട് ചേർക്കണമെന്ന് ഭഗവാൻ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ ആഗ്രഹം വേണം, നമ്മളതിന് മുൻകൈ എടുക്കണം. അതെ. എന്നിട്ട് പറഞ്ഞു, ഇനി സന്ദേശമല്ല, നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകാമെന്ന്. ഉടനെ തേരാളി വിളിച്ച് പറഞ്ഞു, കേട്ടുവോ, മറ്റന്നാൾ വിവാഹം, നാളെ രാവിലെ ദേവി ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോഴേക്കും കുണ്ടിനത്തിലെത്തണം. ഈ ബ്രാഹ്മണൻ എത്തിക്കണത് വൈകുന്നേരമാണ്. നേരം മിനിമിനെ വെളുക്കുമ്പോഴേക്കും കുണ്ടിനത്തിലെത്തണം. അത്ര വേഗത്തിൽ പറക്കുന്ന കുതിരകളെ കൂട്ടി തേര് തയ്യാറാക്കാൻ പറഞ്ഞു. എവിടെ കുണ്ടിനെന്നറിയോ? വിദർഭരാജ്യം, മഹാരാഷ്ട്രയിലാണ്. എവിടെ നിന്ന് വരണം കൃഷ്ണൻ? ഗുജറാത്തിൻ്റെ അങ്ങേറ്റത്ത് ആ സമുദ്രം കടന്ന് അതിൻ്റെ അപ്പുറത്തുള്ള ദ്വാരകയിലാണ് കൃഷ്ണൻ താമസിക്കുന്നത്. അവിടുന്ന് ഈ സമുദ്രം താണ്ടി വന്ന് ഇവിടെ ഇത്രയും ദൂരം, ഇത്രയും സ്റ്റേറ്റുകൾ പിന്നിട്ട് ഈ വിദർഭരാജ്യത്ത് ഈ മഹാരാഷ്ട്രയിലെത്തി രുക്മിണി അമ്പലത്തിൽ തൊഴാൻ പോകണേനും കൊണ്ടുവരണമെങ്കിൽ പാട് കുറച്ചെങ്ങാനാണോ? പക്ഷേ വളരെ സ്പീഡിൽ പറക്കുന്ന കുതിരകളെ പൂട്ടി തേര് തയ്യാറാക്കി. തേരിൽ കയറാൻ പുറപ്പെട്ടപ്പോഴാണ് വലിയ രാമേട്ടനെ കാണാനില്ല. എപ്പോഴും രാമേട്ടനെ കൂടെ അല്ലേ പോവുക, കല്യാണം കഴിക്കാനും പോവുക അല്ലേ? രാമേട്ടൻ അവിടെ പോയിരിക്കുക, വരുന്നവരെ കാത്തുന്ന അവിടെ ദേവി അമ്പലത്തിൽ പോകണമെന്ന് മുമ്പ് എത്തും വേണ്ടേ? ഏട്ടനോട് വരുമ്പോൾ വിവരങ്ങളൊക്കെ പറയാൻ പറഞ്ഞിട്ട് തേരിൽ കയറി പറപ്പിച്ചു തേര്. കൃഷ്ണൻ പോകുന്നതിൻ്റെ പിന്നാലെ രാമൻ വന്നു. ബലരാമൻ കൃഷ്ണനെ കാണാതെ തിരക്കി, എവിടെ പോയി നമ്മൾ പറഞ്ഞു, ഈ കുണ്ടിനത്തിൽ നിന്നേ ആ ഒരു സന്ദേശം കൊണ്ട് ഒരു ബ്രാഹ്മണൻ വന്നു, പിന്നെ പരിഭ്രമിച്ച് തിരക്കൂട്ടി പോണേയും കണ്ടു. ഏട്ടനറിയാം എല്ലാം എന്ന് പറഞ്ഞു. ഏട്ടനറിയാം. നോക്കണം, അവിടെ 3 ദിവസം മുമ്പ് ശിശുപാലനും പാർട്ടി എത്തിയിട്ടുണ്ട്. അവരെ വരുമ്പോൾ ആരൊക്കെ വന്നിട്ടുണ്ട്? ഈ ഭഗവാന്റെ ശത്രുക്കളായ ജരാസന്ധൻ, വിഡൂരതൻ, സാല്യം മുതലായ രാജാക്കന്മാർ മുഴുവനും അവരെ സൈന്യത്തോടുകൂടി വന്നിരിക്കത്രേ. എന്തിനാ? യദ്യാഹത്യ ഹരേൽ കൃഷ്ണ കന്യാം ചൈദ്യായ സാധിതം. കൃഷ്ണന് തീരുമാനിച്ച വിവാഹമാണ് രുക്മി മുടക്കി ശിശുപാലനാക്കിയതെന്ന് നാട്ടിലെ എല്ലാ രാജാക്കന്മാർക്കും അറിയാം. അതുകൊണ്ട് കൃഷ്ണൻ വരാണ്ടിരിക്കില്ല, ഒരു യുദ്ധം കൂടാതെ ഈ വിവാഹം നടക്കില്ല എന്ന് മനസ്സിലാക്കി യുദ്ധത്തിൽ കൃഷ്ണനെയും യാദവസൈന്യത്തെയും തോൽപ്പിച്ച് കന്യകയെ വീണ്ടെടുത്ത് ശിശുപാലൻ്റെ വിവാഹം മുടക്കം കൂടാതെ നടത്താൻ വേണ്ടി ദുഷ്ടന്മാരൊക്കെ എത്തിയിട്ടുണ്ട്. ഇത് ജ്ഞാനദൃഷ്ടി കൊണ്ടറിഞ്ഞ ബലരാമസ്വാമി യാദവ സൈന്യത്തെയും കൂട്ടി യോഗശക്തി കൊണ്ട് പറന്നെത്തി. കൃഷ്ണൻ ദ്വാരകയിലെത്തുമ്പോഴേക്കും സൈന്യമായിട്ട് സ്വീകരിക്കാൻ ബലരാമസ്വാമി എത്തി. അവിടെയോ ദൂതന്മാർ വന്ന് മഹാരാജാവിനോട് പറഞ്ഞു, ഭഗവാന്റെ ഭക്തനായ ഭീഷ്മകനോട് പറയതാ, ലോകപാലന്മാരായ സർവേശ്വരന്മാരായ രാമകൃഷ്ണന്മാർ അങ്ങനെ മകളെ വിവാഹത്തിൽ പങ്കെടുക്കാൻ അനുഗ്രഹിക്കാൻ വേണ്ടി എത്തിക്കഴിഞ്ഞു എന്ന്. അപ്പോഴേക്കും പരമഭക്തനായ മഹാരാജാവ് തന്നെ നേരിട്ട് പോയി രാമകൃഷ്ണന്മാരെ കൽക്ക വീണു, പാദപൂജ ചെയ്യണു, നമസ്കാരം ചെയ്യണു. അവരെ കൊണ്ട് അതിമനോഹരമായി അലങ്കരിച്ച് താൻ തയ്യാറാക്കിയ കൊട്ടാരത്തിൽ കൊണ്ട് ഇരുത്തി. ആ കൊട്ടാരമാണ് വരുന്നത് അദ്ദേഹം സങ്കല്പിച്ചത്. പക്ഷേ രുക്മിയും കൂട്ടരും ശിശുപാലനെ വേറൊരു കൊട്ടാരത്തിൽ, അവർക്ക് അത്ര പിടിച്ചില്ല, കണ്ണി പിടിച്ചില്ല, വേറൊരു കൊട്ടാരത്തിൽ കൊണ്ട് താമസിപ്പിച്ചു. അച്ഛൻ സങ്കല്പിച്ച കൊട്ടാരത്തിൽ ശരിക്കും കൃഷ്ണനെയും കൊണ്ടിരുത്തി. രുക്മിണിക്ക് രാത്രി ഉറക്കമേ ഇല്ല. ബ്രാഹ്മണൻ അവിടെ പോയോ, ബ്രാഹ്മണൻ എത്തുമ്പോൾ കൃഷ്ണൻ ഉണ്ടായോ, കൃഷ്ണൻ കണ്ടോ, കൃഷ്ണൻ എന്ത് മറുപടി പറഞ്ഞു, ആ മറുപടി കിട്ടിയിട്ടുണ്ടേ പ്രവർത്തിക്കാൻ. അയ്യോ എനിക്ക് ആരും അനുകൂലമല്ലോ, എല്ലാവരും പ്രതികൂലമായല്ലോ. അങ്ങനെ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് വെളുപ്പാങ്കാലം വരെ ഉറങ്ങിയില്ല. വെളുപ്പാങ്കാലമായപ്പോഴൊന്നും മയങ്ങിയത്.
പെട്ടെന്ന് തൻ്റെ ഇടതുഭാഗമൊക്കെ തുടിക്കണ പോലെ തോന്നി. ഇടതുഭാഗം സ്ത്രീകൾക്ക് തുടിച്ച വിറച്ച ശുഭലക്ഷണം അത്രേ. അപ്പം ഏതോ നന്മ വരാൻ പോട്ട് തോന്നി. എണീറ്റ് നോക്കുമ്പോഴോ ബ്രാഹ്മണൻ ധാ വരണു. സന്ദേശം കൊണ്ടുപോയ ബ്രാഹ്മണൻ വന്നു. കൃഷ്ണൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് വരണം തന്നെ. എന്താ സന്തോഷം രുക്മിണിക്ക്. രുക്മിണി ഒട്ടും പേടിക്കേണ്ട. എത്ര ശിശുപാലന്മാരെ എതിർത്താലും എത്ര രുക്മിമാരെ എതിർത്താലും തൻ്റെ അവകാശമായ ദേവിയെ താൻ സ്വീകരിക്കും എന്ന് പറഞ്ഞ് യാദവ സൈന്യത്തോടുകൂടി ബലരാമ സമേതനായി ശ്രീകൃഷ്ണൻ എഴുത്തിക്കഴിഞ്ഞു പറഞ്ഞു. രുക്മിണിക്ക് എന്താ ആ മഹാത്മാവിന് കൊടുക്കേണ്ടതെന്ന് നിശ്ചയില്ല. അത്ര വലിയൊരു ഉപകാരം ചെയ്തില്ലേ. രുക്മിണി എഴുന്നേറ്റ് ആ ബ്രാഹ്മണന് നമസ്കാരം ചെയ്തു. പോരെ, മഹാലക്ഷ്മി ഒരാളെ നമസ്കരിച്ചാൽ പിന്നെ എന്താ വലുത് പറയേണ്ടത്. അപ്പോഴേക്കും വെളുപ്പാങ്കാല വെളിച്ചാവാറായി. നമ്മുടെ സ്ത്രീകളൊക്കെ ഒന്ന് രുക്മിണിയെ കുളിപ്പിച്ച് അമ്പലത്തിൽ തൊഴാൻ കൊണ്ടുപോകണമല്ലോ. അവിടെയാണെങ്കിലോ ഭഗവാൻ കുളിയൊക്കെ കഴിഞ്ഞ് തയ്യാറായി വരുമ്പോഴേക്കും കുണ്ടിരത്തിലുള്ള ഭക്തജനങ്ങൾ മുഴുവനും ദാ ഈശ്വരന്മാരാണ്. രാമകൃഷ്ണന്മാർ ഈശ്വരാവതാരാണെന്നറിയാലോ. അവരെ അത്ഭുത കഥകൾ കേട്ടതായ ആ കുണ്ടനത്തിലുള്ള ഭക്തജനങ്ങൾ മുഴുവനും ദാ രാമകൃഷ്ണന്മാർ വന്നിട്ടത്രേ. നാളെയാണ് കല്യാണം, തിരക്കാവും. ഇന്ന് വലിയ തിരക്കൊന്നുമില്ല. ഭഗവാനെ പോയി കണ്ട് അനുഗ്രഹം വാങ്ങാൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ താമസിക്കുന്ന കൊട്ടാരത്തിൻ്റെ മുറ്റത്തും തടിച്ചുകൂടി പൗരാവലി ഭക്തജനങ്ങൾ. കൃഷ്ണൻ കുളിയൊക്കെ കഴിഞ്ഞ് മട്ടപ്പാവിൽ വരുമ്പോഴോ ദാ ഭക്തജനങ്ങളൊക്കെ ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കണു. അവർക്കൊക്കെ ഭഗവാൻ ദർശനം കൊടുത്ത് അനുഗ്രഹിച്ചു. ആ ഭഗവാന്റെ ത്രൈലോക്യസുന്ദരമായ ഈ ദിവ്യകോമള രൂപം കണ്ട ആ ഭക്തന്മാരെല്ലാവരും അറിയാണ്ട് വിളിച്ചു പറഞ്ഞു പോയി, അസ്യൈവ ഭാര്യാഭവിതം രുക്മിണ്യർഹതിനാപര അസൗ അഭി അനവദ്യാത്മാ ഭൈഷ്മ്യാഹ സമുചിതപ്പതി. നമ്മുടെ രാജകുമാരിക്ക് ഏറ്റവും യോഗ്യനായ വരൻ ശ്രീകൃഷ്ണനും കൃഷ്ണൻ ഏറ്റവും അനുകൂലയായ വധു നമ്മുടെ രാജകുമാരിയാണ്. ആരാ വിവാഹം മാറ്റി ഈ ശിശുപാലനാക്കി മാറ്റിയത്? അവരെല്ലാവരും കൂടി ഒരു കൂട്ട പ്രാർത്ഥന ചെയ്തു. എന്ത്? ഭഗവാനെ, ഞങ്ങൾ എന്തെങ്കിലും പുണ്യം ചെയ്തിട്ടുണ്ട്, സുഹൃതം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പുണ്യത്തിൻ്റെ ഫലമായിട്ട് ഈ ഞങ്ങളുടെ രാജകുമാരിയെ അവിടുന്ന് പാണിഗ്രഹണം ചെയ്യണമേ എന്ന്.